ഇതേപോലെ ഓരോ പീസിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് മൂടി മാറ്റി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതും ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണിത്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. കൂടുതൽ മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നുമില്ല. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ചിക്കനിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുക്കർ ഒന്ന് അടച്ച് വെക്കുക. 10 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കനിലേക്ക് മസാലയ്ക്ക് വേണ്ടി 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കോൺഫ്ലവർ പൊടി, കുറച്ച് ഉപ്പ്, 1 സ്പൂണ് സുർക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മസാല ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കുക. കുക്കറിലെ ഇറച്ചി നന്നായിട്ട് പകുതി വേവായിട്ടുണ്ട്. ഇതേപോലെ പകുതി വേവായാൽ മതി. ഇനി ഈ ചിക്കന് ഈ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചൊന്ന് മാറ്റി വെക്കുക. ചോറിന് വേണ്ടി എടുത്തിട്ടുള്ളത് 3 മാഗി ക്യൂബ്, 2 ഡ്രൈ ലെമന്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, മല്ലി, കുരുമുളക്, ഏലക്ക, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ബട്ടറും എടുത്തിട്ടുണ്ട്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 4 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, മല്ലി, കുരുമുളക്, ബേ ലീഫ്, ഏലക്കായി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരി കഴുകി ഊറ്റി വെച്ച പാത്രത്തിന് അളന്ന് 2 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണിത്. വീഡിയോ കാണുന്നവരൊക്കെ ഇതുപോലൊന്ന് മന്തി ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. എണ്ണ ചൂടായി വന്നതും മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നതും അതിലേക്ക് 3 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിന്. 2 ഡ്രൈ ലെമന്, 4 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുക. ഇതേപോലെ ചിക്കന് അധികം ഡ്രൈ ആവാതെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതേപോലെ തന്നെ
മസാല തേച്ച് വെച്ച എല്ലാ ചിക്കനും ഇട്ട് പൊരിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുക. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരും ചോറ്. ഇത് ഞാൻ ചോറ് വെച്ച് ഊറ്റിയിട്ടൊന്നും ചെയ്യല്ല, ഇതിലേക്ക് ഡ്രൈ ആക്കി ഈ ചോറ് എടുത്തിട്ട് മന്തി ചെയ്തെടുക്കുകയാണ്. ചിക്കനൊക്കെ മുഴുവൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ വെള്ളം മുഴുവനും വറ്റി വരും. ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുക. ചോറ് ഇതേപോലെ തന്നെ ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ കിട്ടും. ഇതേപോലെ ഡ്രൈ ആയി വന്ന ചോറിലേക്ക് എടുത്ത് വെച്ച ബട്ടർ ഇതുപോലെ പീസാക്കി മേലെ ഇട്ട് കൊടുത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കണൽ കത്തിച്ചിട്ട് അത് ഈ ചോറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മല്ലിയില കുറച്ച് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 10 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് തീ മൂടി വെക്കുക. ചോറ് നല്ല ദമ്മായി വന്നിട്ട് പുകയെല്ലാം അതിലേക്ക് കയറിയിട്ട് നല്ല മന്തീൻ്റെ സ്മെല്ല് നന്നായിട്ട് ഈ ചോറിലേക്ക് പുക കയറിയപ്പോൾ ആയിട്ടുണ്ട്. ഇതേപോലെ കണൽ വെച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ മുഴുവൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സ്പൂണ് നെയ്യും കൂടി ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് മേലെ മുഴുവനും കവർ ചെയ്തിട്ട് ഞാനൊന്ന് ഒരു 10 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിരുന്നു. ചിക്കനും ചോറും കൂടി ഒന്ന് ദമ്മായി കിട്ടാൻ. ഇതുപോലെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണിത്. വീഡിയോ കാണുന്നവരെല്ലാവരും ചെയ്ത് നോക്കണം. ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും.